ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ ഭീഷണികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ സൈനിക വിദഗ്ധരെല്ലാം പറയുന്നു അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, കാരണം അതൊരു പാകിസ്ഥാന്റെ ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഭയം വീണ്ടും കാണുന്നുണ്ടല്ലേ, വലിയ രീതിയിലാണല്ലോ ഈ അതിർത്തി പ്രദേശങ്ങളിൽ സൈനികരെ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ സൈനികരെ എത്തിച്ചത് കൊണ്ട് വല്ലതും കാര്യമുണ്ടോ? കാരണം നാം ഈ സൈനികരെ ആയിരുന്നു 1965 കണ്ടു, 1971 കണ്ടു, 1999 കണ്ടു, പിന്നീട് നാം ഉറിയിലും പുൽവാമയിലും കണ്ടു. എന്നിട്ടും ഒരു ഗുണമുണ്ടായിട്ടില്ല. ഇപ്പോഴും ആ സൈനികർ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കാരണം ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ കൃത്യമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ സൈനിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഭയം പാകിസ്ഥാനെ വല്ലാണ്ട് ഗ്രസിച്ചിരിക്കുകയാണ്. കാരണം ഈ തെളിവുകൾ, പ്രത്യേകിച്ചും ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്തവർ സംസാരിച്ച ഭാഷ, അവർ നടത്തിയ ആശയവിനിമയം, ഇതിൻ്റെയൊക്കെ കൃത്യമായ തെളിവുകൾ. അവർ പഷ്തൂൺ ഭാഷയിലാണ് സംസാരിച്ചത് എന്നുള്ള, കാരണം കാശ്മീരികൾ ഒരിക്കലും പഷ്തൂൺ ഭാഷയിൽ സംസാരിക്കില്ല. അത് പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന, പ്രത്യേകിച്ചും ഈ പഖ്തൂൺ മേഖലയിൽ നിന്ന് വരുന്നവർക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണത്. അപ്പോൾ ആ ഭാഷയിൽ അവർ സംസാരിച്ചു, അവർ ആശയവിനിമയം നടത്തി. അത് ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്കുമൊക്കെ ആശയവിനിമയം നടത്തി എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ, ഡിജിറ്റൽ രേഖകൾ ഒക്കെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ ആസൂത്രണം സംബന്ധിച്ച് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലും അതുപോലെ കറാച്ചിയിലും ഒക്കെ എന്തൊക്കെ നടന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചു. ഈ ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി വന്നത്, അവർ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ തമ്പടിച്ചത് ഒക്കെ, അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ സഹിതമുള്ള തെളിവുകളാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഉറപ്പാണ് ഇന്ത്യൻ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകും. അത് എപ്പോൾ എന്ന് മാത്രമേ അവർക്ക് അറിയേണ്ടതുള്ളൂ. അതിനെ തടയാനും മുമ്പുണ്ടായ നാണക്കേട്, അതായത് ഈ ഉറിയിലും ബലാക്കോട്ടിലും ഉണ്ടായ ഒരു തിരിച്ചടിയുടെ ഭാഗമായിട്ട് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കും വ്യോമാക്രമണവും ഒക്കെ പാകിസ്ഥാന് വരുത്തിവെച്ച നാണക്കേട് വളരെ വലുതാണ്. പാക് ജനതയുടെ മുന്നിൽ ഉത്തരമില്ലാതെ സർക്കാരും സൈന്യവും നാണം കെട്ട് നിന്ന ചരിത്രമാണുള്ളത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ 65-ലും 71-ലും 99-ലും ഒക്കെ നിഴൽ യുദ്ധം നടത്തി നമ്മളോട് പരാജയം ഏറ്റുവാങ്ങിയ, നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ, ഒരു സൈന്യമാണ് പാകിസ്ഥാനിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ആശങ്കയുണ്ട്. ഇന്ത്യ എങ്ങനെ തിരിച്ചടിക്കും, കരയിലൂടെയാണോ കടലിലൂടെയാണോ ആകാശത്തൂടെയാണോ എന്നവർക്കറിയില്ല. എന്തായാലും പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ അവർ വലിയ തോതിൽ സേനയെ വിന്യസിച്ചിരിക്കുകയാണ്. അതിന് കാരണം ഈ നമ്മുടെ ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നലെ പാകിസ്ഥാനിൽ CCS മീറ്റിംഗ്, അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, നമ്മുടെ ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ ദേശീയ സുരക്ഷാ വിഭാഗമുണ്ടല്ലോ, പ്രധാനമന്ത്രിക്ക് ഉപദേശവും മറ്റും കൊടുക്കുന്ന, അതുപോലെ ഒരു കമ്മിറ്റിയാണ് ഈ CCS. ആ കമ്മിറ്റി ഇന്നലെ അവിടെ യോഗം ചേർന്നു. അവർ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്, ഏത് നിമിഷവും ഇന്ത്യ തിരിച്ചടിക്കാം, ഇന്ത്യ തിരിച്ചടിക്കും. അതുകൊണ്ട് കനത്ത സുരക്ഷ അതിർത്തിയിൽ വേണം എന്ന് അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്നത് പോലെ 42 ലോഞ്ച് പാഡുകൾ ഈ ലൈൻ ഓഫ് കൺട്രോളിനപ്പുറത്ത്, അതായത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ ഈ 152 പാക് ഭീകരർ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി രഹസ്യമായിട്ട് പല സ്ഥലത്തും തമ്പടിച്ചിരിക്കുന്നു. അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ എത്രയും വേഗം പിടികൂടും എന്നാണ് സൈന്യം പറയുന്നത്. അവർ പിടിയിലായോ ഇല്ലയോ എന്ന് സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ സൈന്യം പുറത്തുവിടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങളോട് പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഒക്കെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നേരിട്ടുള്ള സംപ്രേഷണം അവിടെ നിന്ന് വേണ്ട, കാശ്മീരിൽ നിന്ന് നേരിട്ട് ഒരു കാര്യങ്ങളും സംപ്രേഷണം ചെയ്യരുത് എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് മുമ്പ് അനുഭവങ്ങളുള്ളതാണ്. നമ്മുടെ ഈ മുംബൈ അറ്റാക്കൊക്കെ നടന്നപ്പോൾ അവിടെ നമ്മൾ നേരിട്ട് സംപ്രേഷണം നടത്തിക്കൊണ്ടിരുന്നു. ആ സംപ്രേഷണം വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനിൽ ഈ പറഞ്ഞ 10 പേരെ, ഇന്ത്യയിലേക്ക് വന്ന 10 പേർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അവിടെ ഒരു വാർ റൂം ഉണ്ടായിരുന്നു. ആ വാർ റൂമിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് പിന്നെയാണ് തിരിച്ചറിയാൻ സാധിച്ചത്. അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ നിർദ്ദേശം മാധ്യമങ്ങൾക്കും കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ഒരു കനത്ത തിരിച്ചടി ഇന്ത്യ നൽകും എന്നുള്ള സൂചനകളായാണ് പാകിസ്ഥാൻ കരുതുന്നത്. അതുപോലെ ഇന്ന് വൈകിട്ട് നമ്മുടെ
ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. പാർലമെൻറ്റിൽ ക്യാബിനറ്റിൻ്റെ യോഗം നടക്കുകയാണ്. പ്രധാനമന്ത്രി അതിൽ അധ്യക്ഷത വഹിക്കും. ആ ക്യാബിനറ്റ് യോഗത്തെ തുടർന്ന് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെ നമ്മൾ ഇതുവരെ നടത്തി, എന്തൊക്കെ നമ്മൾ ചെയ്തു, നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ കയ്യിലുണ്ട്, ആരെയൊക്കെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എന്താണ് ഭാവി പരിപാടികൾ, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, ഇനി ഇത്തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ സുരക്ഷ ഒരുക്കണം തുടങ്ങിയ വിശദമായ റിപ്പോർട്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് മുന്നിൽ വയ്ക്കും. ഇതെല്ലാം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. കാരണം ഏത് നിമിഷവും ഇന്ത്യൻ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ, ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു കനത്ത തിരിച്ചടി നമുക്ക് കിട്ടും എന്ന് പാകിസ്ഥാന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ നദീജല കരാർ, ഈ ഇൻഡസ് റിവർ ട്രീറ്റി, അത് മരവിപ്പിച്ചുകൊണ്ട് ഇന്ത്യ വളരെ കൃത്യമായി, എല്ലാവരും വിചാരിച്ചത് ഇപ്പോൾ ഡാമുകളെല്ലാം അടയ്ക്കും, വെള്ളം അങ്ങോട്ടുള്ള ഒഴുക്ക് നിലയ്ക്കും എന്നാണ്. പക്ഷേ ഇന്ത്യ ചെയ്തത്, നമ്മുടെ ഗവൺമെൻറ് ചെയ്തത്, ഉറി ഡാം തുറന്നു വിട്ടുകൊണ്ട് ഝലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ആ വെള്ളപ്പൊക്കത്തിൽ അതിൻ്റെ ഇരു കരകളിലും താമസിക്കുന്ന ആൾക്കാരെ പാകിസ്ഥാന് വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റേണ്ടി വന്നു. അതായത് വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള അതായത് ഇപ്പോൾ ഈ ഝലം നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയതുപോലെയുള്ള ഓരോ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ പാകിസ്ഥാന് സൃഷ്ടിക്കും ഇന്ത്യ എന്ന് തീർച്ചയാണ്. അതും പാക് സൈന്യം മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ വളരെ കൃത്യമായിട്ട് പാക് ഗവൺമെൻറ് സേനയെ LOCയിൽ, പാകിസ്ഥാൻ വെടിയുണ്ട കാത്തിരുന്നപ്പോൾ വെള്ളമാണ് എത്തിയതല്ലേ? അതെ, വെടിയുണ്ട കാത്തിരുന്ന പാകിസ്ഥാൻ്റെ മുന്നിൽ ആദ്യത്തെ ആക്രമണം വെള്ളത്തിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും അത് ഇനി വെള്ളമായിട്ടും കല്ലായിട്ടും ഒക്കെ ഏത് തരത്തിൽ വരും, അതോ വെള്ളം കാത്തിരിക്കുമ്പോൾ വെടിയുണ്ട വരും, വെള്ളം കാത്തിരിക്കുമ്പോൾ വെടിയുണ്ട വരും. അതാണ് ഇന്ത്യയുടെ തന്ത്രം. അതാണ് എന്തായാലും പിന്നെ ആകാശത്തു നിന്നാണോ ഭൂമിയിൽ നിന്നാണോ അതോ കടലിൽ നിന്നാണോ ഷെല്ലുകൾ, മിസൈലുകൾ പാഞ്ഞു വരുന്നത് എന്ന് പാകിസ്ഥാന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഏറ്റവും ഇനി ഇവരെല്ലാം ഇനി മെന്റലാകുമോ എന്നാണ് പേടി. കാരണം തലേദിവസം ഈ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിലേക്ക് കിടക്കും. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അവിടെ വെള്ളമാണ്, വെള്ളത്തിൽ വെള്ളപ്പൊക്കമാണ്. ഇനി പറയും നിങ്ങൾ വെള്ളം തരണം, ഇനി ഞങ്ങൾക്ക് വെള്ളം തരണ്ട. അതെ, തീർച്ചയായിട്ടും ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. ഈ പാക് ഭരണകൂടം മെൻ്റലായിരിക്കുകയാണ്. അവർക്ക് അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഈ മോദി എന്ന മനുഷ്യനെ ഒട്ടും അവർ കുറച്ച് കാണുന്നില്ല. മുമ്പിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ പോലെ അല്ല നരേന്ദ്രമോദി എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അത് ഉറിയിലും ബലാക്കോട്ടിലും അവർ കണ്ടതാണ്. പത്താൻകോട്ടിലും പുൽവാമയിലും എന്ത് അവർ ചെയ്തോ അതിൻ്റെ ഇരട്ടിക്കിരട്ടി അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് മറുപടി കൊടുത്തത്, നരേന്ദ്രമോദി മറുപടി കൊടുത്തത്. അതുകൊണ്ട് തന്നെ മോഡി എന്ന മനുഷ്യനെ അവർ വല്ലാണ്ട് ഭയപ്പെടുന്നു. ഇന്ത്യൻ സേനയുടെ കരുത്ത് മറ്റാരെക്കാളും നന്നായിട്ട് പാകിസ്ഥാൻ അറിയാം. കാരണം അതിൻ്റെ രുചി അവർ പലവട്ടം അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്ന് പാകിസ്ഥാൻ ഒരു ഊഹവുമില്ല. അവിടുത്തെ ഭരണാധികാരികളും സൈനിക തലവന്മാരും ഒക്കെ ഈ സേനയുടെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ വലിയ കൺഫ്യൂഷനിലാണ്, വലിയ ആശയക്കുഴപ്പത്തിലാണ്. അവർ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മെൻ്റലായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.